ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ഈ ഒരു ചൂടുള്ള ടൈമിൽ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചോറും പാലും കൂടി നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന ചോറോ അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ച ചോറിൽ നിന്ന് കുറച്ചെടുത്താലും മതി. നല്ലോണം വെന്ത് പോകുന്ന ചോറാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് അധികം പെട്ടെന്ന് വേവാത്ത അരി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോറ് പെട്ടെന്ന് അങ്ങോട്ട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് പാലും ഈ ഒരു ചോറിലേക്ക് കുറച്ചധികം പാലും പിന്നെ മധുരത്തിനായിട്ടുള്ള മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിടണേ. ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഈ ഒരു പാലൊക്കെ നല്ലോണം കുറുകിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അതായത് ഇപ്പോൾ ചില ചോറൊക്കെ ഉണ്ടാവും നല്ല പെട്ടെന്ന് ഇങ്ങനെ വെന്തിങ്ങനെ കുഴഞ്ഞു പോകുന്ന ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇനിതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതാ ഈ ഒരു മിക്സിലേക്ക് പഴുത്ത മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മധുരമുള്ള മാങ്ങേനെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്നുകൂടി ഇതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ് ബൗളിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ അങ്ങ് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കണേ. അപ്പോൾ അതിനായിട്ട് പറ്റിയ നല്ലൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഞാനിതാ അതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ പാത്രം നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നല്ലതുപോലെ ഞാനൊന്ന് ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോറിൻ്റെ മിക്സും അതുപോലെ തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീമും കൂടി ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മാങ്ങയുടെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാങ്ങ മാത്രമായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു മാങ്ങയുടെ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്രമല്ല നല്ലൊരു ഭംഗിക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മാങ്ങയുടെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നട്ട്സായിട്ട് ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്തതിനാൽ രാത്രിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഐസ്ക്രീം എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. മാത്രം നല്ല കട്ടിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമും കൂടിയാണ്. പിന്നെ ഈ ഒരു മാങ്ങയ്ക്ക് പകരമായിട്ട് സ്ട്രോബെറി അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട്, അതായത് റോബസ്റ്റ് പഴം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊക്കെ നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടിപൊളിയായിരിക്കും. പിന്നെ മാത്രമല്ല ഇത് കഴിക്കാൻ കൊടുത്താൽ ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടുകാലത്തൊക്കെ ഇതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയൽ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്